ഇന്ന് നമ്മളെല്ലാവരും കൂടി നമ്മുടെ പാക്കേജിന്റെ ഭാഗമായിട്ട് ട്രിപ്പ് പോകാൻ പോവാണ്. നമ്മുടെ നന്ദുവിന്റെ 34 സീറ്റും കൊണ്ടാണ് നമ്മൾ ഇന്ന് ട്രിപ്പ് പോകുന്നത്. ഡീസൽ അടിക്കാൻ പമ്പ് കയറിയത് നമ്മുടെ ആൾക്കാരെല്ലാവരും വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ തുടങ്ങി. അങ്ങനെ ഫോട്ടോ എടുപ്പ് എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വച്ച് പിടിക്കുകയാണ്, നേരെ ഊട്ടി. പാച്ചല്ലൂരിലുള്ള ആൾക്കാരെയും കൊണ്ട് 2 ദിവസത്തെ ഊട്ടി ട്രിപ്പിനാണ് നമ്മൾ ഇന്ന് പോകുന്നത്. കുതിരാൻതുരങ്കത്തിലേക്ക് കയറിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഒന്ന് ഉറങ്ങി കഴിച്ചപ്പോഴത്തേക്ക് നേരം വെളുത്തിരുന്നു. സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്തുള്ള ക്യാബിൻ വൈബ് ആസ്വദിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒന്ന് ഉറങ്ങിപ്പോയത്. വീണ്ടും അങ്ങനെ ഉറങ്ങി കഴിച്ചപ്പോൾ നമ്മൾ നേരെ മേട്ടുപ്പാളത്തിൽ എത്തി. അങ്ങനെ മേട്ടുപാളയം കഴിഞ്ഞ് നമ്മൾ നേരെ ചുരം കയറാൻ തുടങ്ങി. വണ്ടി ഫീൽഡ് കയറി അന്ന് മുതലേ അഡിക്റ്റ് ആയി പോയ കാര്യമാണ് ചുരം കയറുമ്പോൾ വണ്ടിയുടെ ഫ്രണ്ട് ക്യാബിനിൽ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് പോകുന്നത്. അങ്ങനെ നമ്മൾ കാര്യമൊക്കെ പറഞ്ഞ് ചുരം കയറിക്കൊണ്ടിരുന്നപ്പോഴാണ് ആ കാഴ്ച കണ്ടത്. നമ്മുടെ 2 തമിഴ്നാട്ടിലെ അണ്ണാച്ചിമാര് 2 വണ്ടികൾ ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് ക്രോസ് ഇട്ട് ചുരം അങ്ങ് ബ്ലോക്ക് ആയി. പിന്നെ ആ ബ്ലോക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ കളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതൊന്നും അവർക്ക് മനസ്സിലാവാത്തതുകൊണ്ട് അവരുടെ വണ്ടിയിലെ കണ്ടക്ടർ തന്നെ വെളിയിൽ ഇറങ്ങി വന്ന് ചുരത്തിന്റെ ബ്ലോക്ക് അങ്ങ് മാറ്റി. ക്ഷമയില്ലാതെ ആ 2 അണ്ണാച്ചിമാര് കൊണ്ട് വണ്ടി കയറ്റിയതുകൊണ്ട് ചുരം കിലോമീറ്റർ കണക്കെയാണ് ബ്ലോക്കായി കിടന്നത്. അങ്ങനെ നമ്മൾ ചുരമൊക്കെ കയറി റോയൽ സാൻഡി എത്തി ഫ്രഷ് ആയി കഴിഞ്ഞ് വെളിയിറങ്ങിയപ്പോഴും ആ കാഴ്ച നമ്മുടെ മനസ്സിൽ പതിഞ്ഞു. നമ്മുടെ പാക്കേജിന്റെ ഭാഗമായിട്ട് നമ്മുടെ കൂടെ വന്ന ആൾക്കാർ ഫുഡും കഴിച്ച് ഫ്രഷ് ആയിട്ട് അവരുടെ മൊമെന്റ്സ് ആഘോഷിക്കുന്നത് കണ്ടപ്പോൾ തന്നെ നമ്മളങ്ങ് ചാർജ് ആയി. പിന്നെ നമ്മുടെ ചെറുക്കന്റെ എൻട്രി ആയിരുന്നു റോയൽ സാൻഡിലെ പ്രോപ്പർട്ടി എന്നിട്ട് നമ്മുടെ നന്ദുവിന്റെ 34 സീറ്റ് ഇറങ്ങി വരുന്ന കാഴ്ച ഉണ്ടല്ലോ, അത് വീണ്ടും നമ്മളങ്ങ് ചാർജ് ആയി. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഊട്ടി കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ആദ്യമേ തന്നെ നമ്മുടെ ആൾക്കാരെ കൊണ്ടുപോകുന്നത് ദുദ്ധപ്പെട്ട പീക്കിലേക്ക്, ഊട്ടിയിലെ ഉയരംകൂടിയ സ്ഥലത്തേക്കാണ് നമ്മുടെ ആൾക്കാരെ നമ്മൾ ആദ്യം കൊണ്ടുപോകുന്നത്. ഊട്ടിയിലെ പ്രഭാതത്തിൽ നമ്മളെല്ലാവരും ചാർജ് ആയിട്ട് തന്നെയാണ് വണ്ടിക്കകത്തിരിക്കുന്നത്. ഇനി ആകാശം ഇടിഞ്ഞു വീണാലും ചാർജ് ആവാത്ത ഒറ്റയാണ് ദാ നിൽക്കുന്ന അപ്പു. ഞാൻ എപ്പോൾ ഇവന്റെ മുഖത്തോട് ക്യാമറ ഇരിച്ചാലും ഇൻട്രോവേർട്ട് കാരണം ഇവ എങ്ങനെ എപ്പോൾ മുഖത്തോട് ക്യാമറ ഇരിച്ചാലും ചിരിക്കുന്നത് ഒറ്റ ഒരാളുള്ളൂ നമ്മളെ. അങ്ങനെ നമ്മളെല്ലാവരും ചിരിച്ചും കഥ പറഞ്ഞും ഡാൻസ് കളിച്ചും ഒക്കെ നമ്മൾ നേരെ പോകുന്നത് ദുദ്ധപ്പെട്ട പീക്കിലേക്കാണ്. അടുത്ത പാട്ട് കാണാൻ വേണ്ടി എല്ലാവരും ഫോളോ ചെയ്ത് കൂടെ